അരീക്കൽ എക്സോട്ടിക് ബേർഡ്സ് പാർക്ക്. എറണാകുളത്ത് നിന്നും 35 കിലോമീറ്റർ അകലെയുള്ള അരീക്കൽ എക്സോട്ടിക് ബേർഡ്സ് പാർക്കിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പലതരത്തിലുള്ള തത്തകളും പാമ്പുകളും മറ്റു മൃഗങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത. പക്ഷികളെയൊക്കെ നമുക്ക് കയ്യിൽ ഇരുത്തി തീറ്റ കൊടുക്കാമെന്നാണ് ഇവിടുത്തെ മറ്റൊരു കാര്യം. കുട്ടികളൊക്കെയായി വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. 50 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക്. ഞങ്ങൾ 3 പേർക്കും കൂടി 150 രൂപയുടെ ടിക്കറ്റ് എടുത്ത് മുകളിൽ കയറി. താഴെ റോളർ കോസ്റ്റിൻ്റെ VR ഉണ്ട്. മുകളിൽ പക്ഷികളെയൊക്കെ കണ്ട് താഴെ വന്നാൽ അതിൻ്റെ ടിക്കറ്റ് എടുക്കാം. VRന് 100 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ആദ്യം ഞങ്ങൾ മുകളിലോട്ട് പോയി. മുകളിൽ കയറിയ വഴിയിൽ തന്നെ പക്ഷികൾക്കുള്ള ഫുഡ് നമ്മളുടെ കയ്യിൽ തരും. അത് കിട്ടിയാൽ നേരെ ഡോർ തുറന്ന് ഉള്ളിലോട്ട് കയറാം. കയറിയ വഴിക്ക് തന്നെ പക്ഷികൾ വന്ന് ആ പ്ലേറ്റ് പൊതിയും. കുറേ തത്തകൾ നമ്മളുടെ തലയിലൊക്കെ വന്ന് കയറും. വിഷ്ണു ആദ്യം കണ്ടപ്പോൾ ഒന്ന് പേടിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അത് മാറി ഉഷാറായി. പക്ഷികൾ നല്ല വിശന്നിരിക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ കയറിയത്. അതുകൊണ്ട് തന്നെ അവറ്റകൾ ഞങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് പറന്നെത്തി. വിശന്നിരുന്നാൽ മാത്രമേ നമ്മുടെ അടുത്തേക്ക് അവർ വരികയുള്ളൂ, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പോയിരിക്കും. അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ സൈഡിൽ ഒരുക്കിയിട്ടുണ്ട്. എന്താണ് പേര് വരുന്നത്? ഹെഡ് ഹോഗ് അല്ലേ? ശരി. പിന്നെ ഇത് ഇഗ്വാന, ഇതിൻ്റെ ഒറിജിൻ മെക്സിക്കോ ആണ്. ഇഗ്വാന അല്ലേ? ഇത് 2 ആഫ്രിക്കൻ പൈത്തനുണ്ട്. ആഫ്രിക്കൻ പൈത്തൻ. ഇത് ആൽബിനോ, ഇത് റോയൽ ബോൾ പൈത്തൻ. പിന്നെ അവിടുത്തെ ജർമ്മൻ റോയൽ ബോൾ പൈത്തൻ. ഇതെന്ത്? ജർമ്മൻ വർഗത്തിൽപ്പെടുന്ന ഒരു പ്രാവാണ്. ജർമ്മൻ അങ്കോറാണ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഇത് കട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഭയങ്കര ഫ്ലറിയായത് ഭയങ്കരമായിട്ട്. ആഫ്രിക്കൻ? ഇത് ആഫ്രിക്കൻ ഗ്രേപ്പാണ്. കപ്പയുടെ ഏറ്റവും കുട്ടിയുള്ളതാണ്. മനസ്സിലാക്കാൻ വർത്താനം ട്രെയിൻ ചെയ്ത നമ്മൾ ട്രെയിൻ ചെയ്ത ഈ അതുപോലെ വർത്താനം പറയുന്നത്. ഇത് വർത്താനം പറയുന്നു. ഈ റെഡ് കാണിക്കുന്നു.
ശബ്ദം പുറത്തുള്ളൂ. ഇവൻ നല്ലൊരു സംസാരിക്കുന്നതാണ്. പക്ഷികളൊക്കെ കണ്ടിറങ്ങി വന്ന് താഴെ റോളർ കോസ്റ്റിൻ്റെ വിആറും കൂടി കണ്ടിട്ടാണ് ഞങ്ങൾ മടങ്ങിയത്. എല്ലാവരും ഒന്ന് വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണിത്. കുറച്ച് നേരം പക്ഷികളുടെ അടുത്തൊക്കെ വന്നിരുന്ന് നേരം കളയാം.